എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാടിന്റെ കാണാമറയത്ത് 11-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. സച്ചിയേട്ടാ! യജ്ഞേഷ് ഓടി അടുത്തു ചെന്നു. സച്ചിദാനന്ദൻ ഛർദിയിൽ കുതിർന്ന് നിലത്ത് കമിഴ്ന്നു കിടപ്പുണ്ടായിരുന്നു. ടീപ്പോയിൽ പകുതിയിലധികവും കഴിച്ചു തീർത്ത മദ്യത്തിന്റെ കുപ്പിയും ഒഴിച്ചുവെച്ച ഗ്ലാസും സോഡയും ഇരിപ്പുണ്ട്. യജ്ഞേഷ് നിലത്തിരുന്ന് സച്ചിദാനന്ദനെ പിടിച്ചുലച്ചു. സച്ചിയേട്ടാ! അയാളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. യജ്ഞേഷ് അയാളെ വലിച്ചെടുത്തപ്പോ ശരീരം കുഴഞ്ഞു കിടന്നു. ഒരു വിധത്തിൽ യജ്ഞേഷ് അയാളെ സെറ്റിയിൽ ചാരി കിടത്തി. ഒരു ടവൽ എടുത്തുകൊണ്ടുവന്ന് മുഖവും കഴുത്തും തുടച്ചെടുത്തു. അന്നേരം സച്ചിദാനന്ദൻ ഒന്ന് ഞരങ്ങി. അവൻ കുറച്ച് വെള്ളമെടുത്ത് അയാളുടെ മുഖത്ത് കുടഞ്ഞു. സച്ചിയേട്ടാ! സച്ചിദാനന്ദൻ അവ്യക്തമായി മൂളി. കണ്ണു തുറക്ക് സച്ചിയേട്ടാ! യജ്ഞേഷിന്റെ സെൽ റിംഗ് ചെയ്തു. അവൻ ഫോൺ എടുത്തു നോക്കി. ഹേമാംബികയുടെ കോളാണ്. അവന് അവരോട് വെറുപ്പ് തോന്നി. എന്താ ആന്റി? നീ അവനെ കണ്ടില്ലേ? ആ, ഞാൻ സച്ചിയേട്ടന്റെ വീട്ടിലുണ്ട്. കുടിച്ച് ബോധമില്ലാതെ കിടക്കുക സച്ചിയേട്ടൻ. അമിതമായി കുടിച്ചിട്ടുണ്ട്. കൊള്ളാം, ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ എന്ന് തുടങ്ങി അവൻ ഈ ശീലം. എന്റെ അറിവിൽ ഞാൻ ആദ്യമായി കാണുക. നീ അവനെ കാറിൽ പിടിച്ചു കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവാടാ. കോൾ കട്ട് ചെയ്തിട്ട് യജ്ഞേഷ് സച്ചിദാനന്ദന്റെ അടുത്ത് ചെന്നിരുന്നു. സച്ചിയേട്ടാ, ഞാനാ യജ്ഞേഷ്. ആ, നീ എന്തിനാ വന്നത്? അയാൾ കണ്ണുകൾ അല്പം തുറന്നു. സച്ചിയേട്ടൻ കഴിക്കാനും തുടങ്ങി അല്ലേ? സങ്കടമുണ്ട് സച്ചിയേട്ടാ. എല്ലാം മറക്കാൻ ഇങ്ങനൊരു വഴി തേടിയല്ലോ. മറക്കാനല്ലടാ, എങ്കിൽ എന്റെ ശാലു പോയപ്പോഴേ എനിക്ക് ഈ വഴിക്ക് പോകാമായിരുന്നു. മറക്കാനല്ല, കുത്തി നോവാനാ ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ചിന്തകളിൽ നിന്ന് ഒരു നിമിഷം പോലും അവൾ മാഞ്ഞു പോകരുത്. പക്ഷേ ഇന്നെന്റെ മോൾ എന്നെ തള്ളിപ്പറഞ്ഞത് എനിക്ക് സഹിക്കാനാകുന്നില്ലടാ. ജാതക വിധി പ്രകാരം ശാലു മരിക്കൂന്ന് അറിഞ്ഞു വെച്ചാണത്രേ ഒരു മോന് വേണ്ടി ഞാൻ അവളെ മരണത്തിന് കൊടുത്തതെന്ന്. തകർന്നു പോയടാ. എന്റെ മോക്ക് അത് പറയാൻ എങ്ങനെ തോന്നി? സെറ്റിയിൽ ചാരിയിരുന്ന് സച്ചിദാനന്ദൻ നെഞ്ചൊഴിഞ്ഞു. അന്ന് അയാൾ അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. എനിക്ക് അവളെക്കാൾ വലുതായിട്ട് എന്താടാ ഉള്ളത്? ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യവും തരാമെന്ന് പറഞ്ഞാലും എന്റെ ശാലുവിനേക്കാൾ വലുതായി എനിക്ക് എന്താടാ ഉള്ളത്? സച്ചിയേട്ടാ, സച്ചിയേട്ടാ എഴുന്നേക്ക്, ഞാൻ കൊണ്ടുവിടാം. അവൻ കയ്യിൽ പിടിച്ച